മഴതോരും മുമ്പിടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും നമ്മുടെ കൃഷ്ണമോളും മനുവും കൂടി ചർച്ച ചെയ്യുന്നു. അപ്പം മാഡത്തിനോട് പറഞ്ഞാൽ മാഡം ആകെ തകർന്നു പോകും. ഒരു ചില്ല് പ്രതിമ താഴത്ത് വീണ പോലെയാവും. ഇത്രയും നാളും അഹങ്കരിച്ച് നടന്നതല്ലേ. തനിക്കിങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്നും അത് തൻ്റെ ഭർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നിങ്ങനെ അലീന പറയുന്നു. അപ്പോൾ മനു പറയുന്നത് എന്തായാലും കട്ടിലിൽ കിടക്കല്ലേ കയ്യും കാലൊക്കെ ഒടിഞ്ഞ്. എന്നിട്ട് ഓടൊന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും അറിയിക്കാൻ പോണ്. ഇതിനൊരു പര്യവസാനം വേണ്ടേ എന്ന് പറയും. വേണ്ട മനുവേട്ടാ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവണമെന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ മോളോട് ചോദിക്കും, മോളെ നിനക്ക് ആഗ്രഹമില്ലേ അമ്മാലിനെ ചേച്ചിനെ തിരിച്ചറിയാൻ? ഉണ്ട് ചേട്ടാ, ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും എന്നേക്കുമായി അകന്നു പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല പേടിയുണ്ടെന്ന് പറയും. എന്തായാലും വരട്ടെ, ഞാനൊന്ന് അങ്കിളിനായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയും. ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചമയക്കത്തിലായിരുന്നല്ലോ. അപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിച്ച ആ മയക്കത്തിൻ്റെ ഇടയിലായിരുന്നു മനു വന്ന് വിളിച്ചത്. മനു, നീ പോയില്ലേടാന്ന് ചോദിക്കും. പോയിട്ടില്ല, പോകാൻ പോകണുള്ളൂ എന്ന് പറയും. അതിന് മുന്നേ അങ്കിളിനോട് കുറച്ച് സംസാരിക്കാനെന്ന് പറയും. എന്ത് സംസാരം? അപ്പം പറയും, നമുക്ക് വൈജി ആൻറ്റിയെ സത്യങ്ങൾ അറിയിക്കേണ്ടതെന്ന് ചോദിക്കും. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. പിന്നെ ഈ വീട്ടിലെല്ലാവരും വിഷമത്തിലാണ്. കൃഷ്ണമോളും ബബിതയും രോഹിത്തും ആർക്കും സന്തോഷമില്ല. അലീനയ്ക്ക് സന്തോഷമുണ്ടോ? ഇല്ല എന്ന് പറയും. അങ്കിളിന് സത്യത്തിൽ അലീനയോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കും. അലീന ആൻറ്റീൻ്റെ മേലെ ആൻറ്റീനെ തകർക്കാനായിട്ടുള്ളൊരു ആയുധം പിടിവള്ളി മാത്രമല്ലേ അങ്കിളിന് അലീന എന്ന് പറയുമ്പോൾ. അത് ഞാനും അലീനയും തമ്മിലുള്ള ബന്ധം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല മനു. കാരണം അവൾക്കറിയാം ഞാൻ അവളെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ മനസ്സിൽ ഞാൻ ആരാണെന്ന് എനിക്കും അറിയാമെന്ന് പറയും. ശരിയായിരിക്കാം, പക്ഷെ മറുപക്ഷത്ത് അവളുടെ അമ്മേനെ എത്ര നാൾ അവൾ അങ്കിളിൻ്റെ കൂടെ നിന്ന് അമ്മയെ തകർക്കാൻ നോക്കും. എത്രയായാലും അവളുടെ മനസ്സിൽ വിഷമൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയും. ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നതെന്ന് പറയും. എല്ലാവരുടെയും ജീവിതം അങ്കിളിൻ്റെ കയ്യിലാണ്, എല്ലാവരുടെയും താക്കോലെന്ന് പറയും. ഇവിടെ എൻ്റെ ജീവിതത്തിൻ്റെ താക്കോലൊന്നും എൻ്റെ കയ്യിലില്ല, പിന്നെ അല്ലേ മറ്റുള്ളവരുടെയെന്ന് പറയും. എന്തായാലും ആൻറ്റിയെ അറിയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കില്ല. അമ്മയും മോളും സത്യം അറിഞ്ഞാൽ പിന്നെ ഞാൻ ആരായി മനു? എനിക്കെന്താ അതിൽ പങ്ക്? നിൻ്റെ അമ്മാവന്മാരും മരിച്ചുപോയ നിൻ്റെ അച്ചാച്ചനും കൂടി നിൻ്റെ അമ്മനോട് നിൻ്റെ ആൻറ്റിയോട് ചെയ്ത ചതി എന്താണെന്നറിയോ? അതിനേക്കാൾ ഉപരി എന്നോട് ചെയ്ത ചതി ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ചതിച്ചില്ലേ. അവളായാലും അങ്ങനെയല്ലേ, 22-23 വർഷം അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചിട്ട് അയാളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു തരിയെങ്കിലും ഒരു മനസ്സലിവ് അവൾക്ക് എന്നോടുണ്ടായിരുന്നോ? അതൊക്കെ ഞാൻ റീവൈൻഡ് ചെയ്ത് കാണണമല്ലോ എന്ന് പറയും. അഹങ്കാരിയായ അവൾ എൻ്റെ തലയിൽ കയറി നിന്ന് ഭരിച്ചിരുന്നേന്ന് പറയും. അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ മനുവിന് ബാലചന്ദ്രൻ്റെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. എൻ്റെ അച്ഛനോ ചെറിയച്ഛനോ വലിയച്ഛനോ ആൻറ്റിയോട് പറഞ്ഞാലോ എന്ന് പറയും. പറയില്ല മനു, അവരുടെ കൈ ഉറയ്ക്കും പറഞ്ഞാൽ. കൊലക്കുറ്റത്തിന് കണക്ക് പറയേണ്ടി വരും. കൊലക്കുറ്റോ? ആരോട് എന്ന് പറയും. ആരൊക്കെ ഒന്ന്? അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് പറയും. എന്ന് പറയും, നീ പറഞ്ഞിടത്തോളം ഞാനൊന്ന് കണ്ണടച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്നല്ലേ എന്ന് പറയും. എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും അവൾക്ക് മറ്റൊരാളിൽ ജനിച്ച അലീന എന്ന പെൺകുട്ടിയും കൂടി ഒരു ഇലയിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് സദ്യ ഉണ്ണണോ അല്ലേ? നിൻ്റെ അമ്മാവന്മാർക്കും അച്ഛനും അല്ല നിൻ്റെ അച്ഛനും ചെറിയച്ഛനും വലിയച്ഛനൊക്കെ ഇങ്ങനെ സദ്യ വിളമ്പി തന്ന് അങ്ങനെ ഒരു സന്തോഷം അല്ലേ? അവരുടെ മനസ്സും തൃപ്തി അടയണം അല്ലേ? അങ്ങനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും അല്ല അങ്കിളെ ഉദ്ദേശിച്ചതെന്ന് പറയും. എന്തായാലും ഞാൻ പറഞ്ഞാലോ എന്ന് ചോദിക്കും. നീ പറയുമോ മനു വൈജയന്തിയോട്? അങ്ങനെ നീ പറഞ്ഞാൽ പലതും നീ കാണേണ്ടി വരും, ഒരു കൊടുങ്കാറ്റ് പോലെ. പലരും നിൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. ഞാനോ? അവരമ്മയും മോളും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കാശിക്ക് പോകണോ? കാവുമുണ്ട കൊടുത്ത് നടന്ന് എന്നൊക്കെ ചോദിക്കുന്നു. അതിന് മനുവിനൊരു ഉത്തരം ഉണ്ടായില്ല. വൈജയന്തി അറിയും മനു, അറിയണം, ഞാൻ പറയും. ഇന്നല്ല, അവളുടെ മരണക്കിടക്കയിൽ നിന്ന് അറിയും. അപ്പം മനു ഇങ്ങനെ ഞെട്ടാണ്. അത്രയധികം പ്രതികാരമുണ്ട് ബാലേന്ദ്രൻ്റെ മനസ്സിൽ. അവളെ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അലീനനെ ഞാൻ അവളെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയും, വൈജെ ഇതാണ് നിൻ്റെ മകള് അലീന എന്ന് പറയും. അപ്പം അത്ര നാളും ചവിട്ടി അരച്ച് മെതിച്ച് ഉപദ്രവിച്ച തൻ്റെ മോളെന്ന് അറിയുമ്പോൾ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും അവൾക്ക് സമയം ഉണ്ടാവില്ല. ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റില്ല. ഒന്ന് ചേർത്ത് നിർത്താനോ ഒന്ന് താലോലിക്കാനോ പറ്റില്ല. അപ്പം ഞാൻ ജയിച്ചു മനു, അപ്പം എനിക്ക് നീതി കിട്ടി, അത്രേ ഉള്ളൂ ഇതിലെന്ന് പറയും. പിന്നെ മനുവിന് കൂടുതലൊന്നും പറയാനുണ്ടായില്ല. മനു അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകണം.
ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സഹോദരന്മാരെയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നത് നമ്മൾ അവളുടെ ഭാഗത്തല്ല എന്ന് അവൾ അറിയണം, അവൾക്ക് സപ്പോർട്ട് നിന്നാൽ അവൾ അഹങ്കാരം കൂടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലും. എങ്ങനെയുണ്ട് വൈജയ എന്ന് പറയും. കുറേ നാൾ കൂടെ ഇങ്ങനെ കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർമാരൊന്നും ചികിത്സയൊന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല എന്ന് പറയും. ഇങ്ങോട്ടും പോയല്ലേ എന്ന് ചോദിക്കും. പോകാണ്ട് പറ്റുമോ? അയാൾക്കും ഇല്ലേ വീടും കുടുംബമൊക്കെ എന്ന് പറയും. ഇവിടെ വന്ന് തന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പോയേന്ന് പറയും. ആ, എന്താ നിൻ്റെ തീരുമാനം എന്ന് പറയും. എന്ത് തീരുമാനം? ഇവിടുന്ന് നേരെ കടപ്പാട്ടൂർക്കല്ലേ പോവാന്ന് പറയും. ഇല്ല, ബാലചന്ദ്രൻ്റെ കൂടെ ഇനിയൊരു ജീവിതം ഇനി എനിക്കില്ല എന്ന് പറയും. ഞങ്ങൾ അയാളെ മകളെയും അംഗീകരിച്ചു എന്ന് പറയും. നിങ്ങൾ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല. നിങ്ങളവൾ കയ്യിലെടുത്തല്ലേ എന്ന് പറയും. ആ, അവൾ ഞങ്ങളെ കയ്യിലെടുത്ത അമ്മാനാടായിരുന്നെന്ന് നമ്മുടെ രാജീവനും ദേഷ്യത്തോടെ പറയും. നീ അംഗീകരിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല, നിനക്കും നിൻ്റെ മക്കൾക്കും നഷ്ടമാവും, അല്ലാണ്ട് വേറെ ആർക്ക് പോകും എന്ന് പറയും. ഞാനത് സഹിച്ചോളാം, ഞാനിവിടുന്ന് വേറെ എവിടെയെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നേരെ വാടക വീട്ടിലേക്കോ പോകുള്ളൂ എന്ന് പറയും. അപ്പോൾ പിന്നെ രാജീവിന് ദേഷ്യം വരും. അപ്പോൾ രാജീവിന് ആ ബില്ലെടുത്തിട്ട് വൈജയന്തിൻ്റെ കൈ കൊടുക്കും. ഇതെന്താണെന്ന് ചോദിക്കും. ഇത് 8 ലക്ഷത്തോളം ബാലചന്ദ്രൻ ചിലവാക്കിയ പണമാണ്, ഇത് ഞങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞത്, ഞങ്ങൾ അടയ്ക്കണോ നീ അടയ്ക്കണമെന്ന് ചോദിക്കും. നീ ഇവിടുന്ന് കടപ്പാട്ടൂർക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബില്ല് ഞങ്ങൾ അടയ്ക്കും, നേരിട്ട് വാടക വീട്ടിലേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടയ്ക്കില്ല, നീ അടയ്ക്കണം എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും ഭാര്യയുടെ ചികിത്സാ ചിലവ് ബന്ധം പിരിയുന്നവരെയും ഭർത്താവ് തന്നെയാണ് നോക്കേണ്ടതെന്ന് പറയും. നീ ഇത്രയും നാൾ പണിയെടുത്ത കാശ് അയാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. നീ ആ വീട്ടിലേക്കൊരു സാധനം കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയും. അതൊക്കെ എന്തിനാ, അതൊക്കെ ബാലചന്ദ്രൻ്റെ കടമയാണെന്ന് പറയും. അതല്ലേ അയാൾ. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, രാത്രി 1 മണിക്ക് അയാളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ പിന്നെ ഈ പണം നീ തന്നെയാണ് അടയ്ക്കേണ്ടത്, മര്യാദ, അയാളല്ല എന്ന് പറയും. അയാളെ വേണ്ടാന്ന് വെച്ച് പോയാൽ നിനക്ക് പിന്നെ അയാളുടെ പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. വേണ്ട, എനിക്കറിയാം എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാമെന്നും പറഞ്ഞ് വൈജയന്തി ദേഷ്യത്തോടെ ആ ബില്ല് മേടിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.